അത്ര എളുപ്പമല്ല. കാരണം ഇടത്തിടുക വലത്തിടുക പറഞ്ഞാൽ വലത്തിടുക ഇടത്തിടുക എന്ന് പറഞ്ഞാൽ അവിടത്തെ ഇടും. അതൊന്നും അല്ല. ഇതിപ്പോ ആരോടൊക്കെ പറയാ പറഞ്ഞിട്ട് ഫലം എന്താണ്? ചില ആളുകൾക്കെങ്കിലും അത് മനസ്സിലാവുണ്ടല്ലോ എന്നുള്ളതാണ് ശേഷം കൊണ്ടൊരു സമാധാനം. അത്രേ ഉള്ളൂ. അങ്ങനെ പിണ്ടത്തിന്റെ ക്രിയയൊക്കെ വേണ്ടതുപോലെ കഴിപ്പിച്ച് ചടങ്ങ് ദക്ഷിണ മേടിച്ച് കാകന് പിണ്ടം കൊടുത്ത് ശേഷിച്ചുള്ള ഭക്ഷണമൊക്കെ അവിടെ ഇരുന്ന് സുഖമായിട്ട് കഴിയും. അത് കഴിഞ്ഞ് മറ്റുള്ള ഉപകരണങ്ങളൊക്കെ കെട്ടിയെടുത്ത് എന്റെ ഇല്ലത്ത് കൊണ്ടുവന്ന് അതുകൊണ്ടാണ് നിങ്ങളുടെ ഇല്ലത്തുള്ള ആളുകൾ കഴിച്ചുകൂടി പോന്നത്. ഇങ്ങനെ കരടശേഷ സമൃദ്ധേ കാക്കയ്ക്ക് കൊടുത്ത് ബാക്കിയായിട്ടുള്ള ഉപകരണങ്ങള് ഉപയോഗിച്ച് പുഷ്ടിപ്പെട്ട് വളർന്നു വലുതായി വന്നിട്ടുള്ളവരാണ് ഞങ്ങളുടെ വംശത്തിലുള്ള എല്ലാവരും. അത് മാത്രല്ല പിന്നെയോ വേറെ എന്താ ഞങ്ങളുടെ വംശത്തില് യോഗ്യതകള്? എന്താ? നിരക്ഷര പ്രക്ഷിപ്രതിപ്വേ. നിരക്ഷര പ്രക്ഷിപ്രതിപ്വമാണ് ഞങ്ങളുടെ വംശം. അക്ഷരങ്ങൾ തീണ്ടാതെയും തീണ്ടുകൾ വേണ്ടുവണ്ണമാകാതെയും ഇരുന്നു ഞങ്ങളുടെ നാവ്. അക്ഷരശുദ്ധി ലവലേശില്ല. എന്നാൽ അധിക ആളുകളും നമ്മളുടെ വംശത്തിൽപ്പെട്ടവരാന്ന് വേണം പറയാൻ, അല്ലേ? ഏതിനെങ്കിലും ഒരെണ്ണത്തിന് സാമാന്യം പോലെ അക്ഷരം പുറപ്പെടുക കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുക എന്നല്ലാണ്ട് ഒന്നും അറിയില്ല. അതെന്താ ഞങ്ങൾക്ക് അറിയാതെ ഇരിക്കാൻ കാരണം? എന്താ? ഇന്നത്തെ പോലെയല്ല. വിദ്യാഭ്യാസത്തിന്റെ കഥ നന്നവരുമല്ല. വേദശാസ്ത്രാദികൾ വേണ്ടും വണ്ണം അഭ്യാസം ഇല്ലാത്തതിനാലാണ് അക്ഷരശുദ്ധി ഇല്ലാതെ കൊണ്ടുപോയത്. അച്ഛൻ, മുത്തച്ഛൻ, മുതുമുത്തച്ഛൻ അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. അവര് പറയുന്നത് കേൾക്കും, അവര് പ്രവർത്തിക്കുന്നത് കാണും. അങ്ങനെ കണ്ടും കേട്ടും പരിചയിച്ചിട്ടുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ വംശത്തിലുള്ള ഓരോരുത്തർക്കും ഉള്ളത്. അപ്പൊ ചാണകം ഒന്നും മുഴുവൻ പറയില്ല. ചാണം കൂട്ടി വിടുക. ചാണോ അങ്ങനെയാണ് അതിന്റെ ഒരു ഭാഷ. ചാണം കൂട്ടി മെഴുക, മെഴുകുക എന്നുള്ളതിന് അത്രയ്ക്ക് അക്ഷരശുദ്ധി ലവലേശല്ല. മാത്രല്ല പിന്നെയോ കണ്ഠപ്രസക്തമായിട്ടുള്ളതാണ് ഞങ്ങളുടെ വംശം. മരത്തിന് വള്ളി ചുറ്റിയ പോലെ ഉണ്ടാവുന്നല്ലാണ്ട് യാതൊന്നുമില്ല. അതിനനുസരിച്ചുള്ള സംസ്കാരങ്ങളില്ല, അതേപോലെ ദ്രവ്യശുദ്ധിയില്ല, യാതൊന്നും ഇല്ലാതെ ഉണ്ട്. ബ്രാഹ്മണനായി ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് പെരുവഴിയുടെ അവിടെ, തണ്ണീർപന്തലിന്റെ അവിടെ, കാരണം ആളുകൾ കൂട്ടി നിൽക്കുന്ന ദിക്കിലൊക്കെ ഇത് കാട്ടിക്കൊണ്ടിരുന്ന നിൽക്കും. അതെന്തിനാ? ബ്രാഹ്മണൻ എവിടേക്ക് എഴുന്നള്ളണോ ബ്രാഹ്മണൻ വിശേഷമൊന്നുമില്ലല്ലോ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെ ഇങ്ങനെ ആളുകൾ കൂടണ ദിക്കില് പോയി നിൽക്കലേ. അല്ലാതെ ഉണ്ട് അതിന് അനുയോജ്യമായിട്ടുള്ള യാതൊന്നും ഞങ്ങൾ ചെയ്യല് പതിവില്ല. ഭക്ഷ്യചിന്തയില്ല, ഗമ്യാഗമ്യ വിഭാഗമെന്ന് പറഞ്ഞുകൂടാ, ഗോത്രവും പ്രവരവും അറിയില്ല, ദ്രവ്യശുദ്ധി നോക്കാറില്ല, ദേവകാര്യവും പിതൃകാര്യവും ആചരിക്കല് പതിവില്ല. ബ്രാഹ്മണനായി പിറന്നതു തന്നെ പരമഭാഗ്യമായി സങ്കല്പിച്ച് അതിനികൃഷ്ടമായിരുന്നു നിങ്ങളുടെ വംശം. അങ്ങനെ അതിനികൃഷ്ടായിരുന്നൊരു വംശത്തിലാണ് എന്റെ ജനനം. ബ്രാഹ്മണ്യമാത്ര പരിതുട്ടമനക്ഷരമുപവീതം അതിപ്രധാനം. ഈ വണ്ണമുള്ള വസുധാസുര വംശം മുന്നിൽ മുന്നം പിറന്ന് പരിശോട് വളർന്നു ഞാനും. അങ്ങനെയുള്ള ഒരു വംശത്തിലാണ് എന്റെ ജനനം. പിന്നെ എന്റെ ബുദ്ധിമോശത്താൽ മുന്നേതിലും അശ്രീയായൊരു വേല ചെയ്തേൻ. തതോ അമ്മാണം ദേഹേ അഹർണനാഥേണ ബുഭുക്കിതോ ഭാഗരസനമോഹേണ സഖ്യസമയം പപ്പജിതോ പിന്നെ രണ്ടാമതായിട്ട് ആദ്യം ഒരു വംശത്തിനുള്ള ജനനം, അങ്ങനെ
ഭക്ഷണത്തിന് വകയില്ലാതെ ഉണ്ടായപ്പോ എത്ര ദിവസം അവിടെ ഇരിക്കാം? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇല്ലത്തിന് ഇറങ്ങി പോന്നു. അങ്ങനെ ഇല്ലത്തിന് ഇറങ്ങി പോന്ന വെടിവെടി കൂടെ ഒക്കെ നടക്കുക. എന്റെ വിചാരം എന്താ, എവിടുന്ന എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം തരാവുക? എനിക്ക് വിശപ്പ് മാറ്റാൻ പാകത്തിലുള്ള ചോറ് എവിടുന്ന് കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആ അവസരത്തിലാണ് ശാക്യശ്രമണകന്മാർക്ക് പ്രാതലൂണുണ്ട്, അവര് പ്രഭാത ഭക്ഷണമുള്ളവരാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ നേരെ ബുദ്ധവിഹാരത്തിലേക്ക് കയറി. അവിടെ പള്ളി പുതക്കി, ഇനി അത് പുതക്കലും കൂടി വേണം. ബാക്കി പലതും വേണ്ടിയിട്ടോ ഈ കണക്കിന് അങ്ങോട്ട് പോയേ. നമ്മളെ കൊണ്ട് ഒന്നും പുതയ്ക്കാനും പറ്റില്ല, പുതപ്പിക്കാനും പറ്റില്ല. അതിനൊക്കെ ഒരുക്കുണ്ടെങ്കിൽ മതിയിട്ടോ ഇനി ജീവിതം. പള്ളി പുതയ്ക്കുക എന്ന് പറഞ്ഞാൽ, പള്ളി പുതയ്ക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധ സന്യാസി ആവുക എന്നേ അതിന് താല്പര്യമുള്ളൂ. ആ മാണി മാണി എന്തു പോന്നു? എന്തേ പോകുന്നത്? നമ്മുടെയുള്ള ബുദ്ധ ഭിക്ഷുക്കള്, ബുദ്ധ സന്യാസിമാര് എന്നോട് ചോദിച്ചു. ഞാൻ വളരെ ഭവ്യതയിൽ അവരോട് പറഞ്ഞു, കാര്യം എന്റെ ആണല്ലോ. അല്ല, ഇവിടെയുള്ള ബുദ്ധ സന്യാസിമാര് പ്രാതലൂണുള്ളവരാണ്, അവർക്ക് വെളുപ്പാങ്കാലത്ത് ഭക്ഷണം കഴിക്കലുണ്ട്. എനിക്കും അതാമോ? എനിക്കും അത് തരാവോ? എനിക്കും അത് ഇവിടുന്ന് കിട്ടുമോ എന്നുള്ളത് ഞാൻ വളരെ വിനീതനായിട്ട് താഴ്മേലെ അവരോട് ചോദിച്ചു. ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഓഹോ, വിരോധമൊന്നുമില്ല, തരാവും, ഭക്ഷണം കഴിക്കാം, പക്ഷെ ഇങ്ങനെ ഇരുന്നാ തരാവില്ല കേട്ടോ. ഈ വേഷം കെട്ടി ഇവിടെ വന്നിരുന്നാൽ ഭക്ഷണം കിട്ടില്ല. ആ പ്രാതലൂണ് തരാവണമെങ്കിൽ എന്ത് വേണം? പള്ളി പുതയ്ക്കണം. ഓ, എനിക്ക് ആവശ്യം എന്താ? എനിക്ക് എന്റെ വിശുദ്ധമാണ്. ആ പള്ളി പുതയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ത്രിശരണഗമനം ചെയ്യല. ത്രിശരണഗമനം എന്ന് പറഞ്ഞാൽ ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ഇങ്ങനെ ത്രിശരണഗമനം ചെയ്യല് കഴിഞ്ഞാൽ ശ്രാവണേര വ്രതം അനുഷ്ഠിക്കണം. ആ ശ്രാവണേര വ്രതം അനുഷ്ഠിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അതിന് വെളുത്ത വസ്ത്രം ധരിച്ച് പൂണൂല് കാലൂടെ കിഴിച്ചു കളഞ്ഞ് കുടുമ മുറിച്ച് കയ്യിൽ പിടിച്ച് ഊർധ്വലോകം ഗച്ഛ എന്ന് മേൽ നോക്കിയിട. അങ്ങനെ ശ്രാവണേരകളുടെ വരെ നിത്യാനുഷ്ഠാനങ്ങളാണ്. 7ാം നാഴികയ്ക്ക് സുഖമുള്ള ഭക്ഷണം. ആ ബന്ധം, ആ മാസം, ആ ശിരസ്കം ഭക്ഷണീക്ഷിക്കൽ കഴിഞ്ഞാൽ പിന്നെ എന്റെ കൂട്ടം ചടങ്ങുകളോ. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് സാമാന്യം പോയി നല്ല ബുദ്ധസന്യാസി ആവല് കഴിഞ്ഞാൽ ഉപദേശപ്രകാരം നദീതീരത്തിന്റെ ചെന്ന് ഉപസമ്പത്ത് ചെയ്ത് നല്ല നോമ്പ് നോറ്റ് നല്ല പള്ളിമാരായി കഴിഞ്ഞാൽ ശീവരത്രയവും പിടകത്രയവും ധരിക്കണം. ആ ശീവരത്രയവും പിടകത്രയവും ധരിച്ച് കഴിഞ്ഞാൽ പിന്നെയോ പിന്നെ വെളുപ്പാങ്കാലത്ത് 7ാം നാഴിക ഭക്ഷണം കഴിക്കാം. ചെലുത്താവുന്നോളം ചെലുത്താം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മുഖശുദ്ധി വരുത്തി ഇരിപ്പിടം ബുക്ക് പടോപവിട്ടനായി താമ്പൂല നിർവ്വണം ചെയ്ത് സായന്തന സമയത്ത് ഉറക്കറയിൽ ചെന്ന് മാലാമന്ത്രങ്ങൾ ജപിച്ച് ശ്രീമാധവായ നമ. അതാ മനസ്സിലായിട്ടുണ്ടാവും. ശ്രീമാധവായ നമ എന്ന് പറഞ്ഞാൽ അതന്നെ ദുഃഖമായിട്ട് കിടന്നുകൊണ്ടാ. അപ്പൊ ഒരു ഊണുള്ളത് 7 നാഴികയ്ക്ക് കഴിയും. പിന്നെ പിറ്റേ ദിവസം വെളുപ്പാ